നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂരാടം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരാടം നക്ഷത്രക്കാരുടെ 2026-2027 വർഷത്തെ വിഷുഫലമാണ് പറയുന്നത്. സാധാരണയായിട്ട് വിഷുഫലം വിഷുവിന് മുമ്പ് നമ്മൾ പ്രവചിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്ത് നിമിത്ത ഫലങ്ങൾ അത്ര നന്നായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് പൂരാടം നക്ഷത്രക്കാരുടെ വിഷുഫലം താമസിച്ചത്. ഈ നിമിത്ത ഫലങ്ങൾ നന്നായിട്ടില്ല എങ്കിൽ ഒരു ഫലപ്രവചനം പൂർണ്ണമാവില്ല. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പൂരാടം നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ആക്കി നിർത്തുവാനും നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളെ ഒന്ന് മുൻകൂട്ടി അറിയുവാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പൂരാടം നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൂരാടം നക്ഷത്രത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ബുദ്ധിസാമർഥ്യമുള്ളവരും വാക്ചാതുര്യമുള്ളവരുമായിരിക്കും. ഇവര് വളരെയധികം ഫലിതപ്രിയരാണ്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവർ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ട് എന്തിനെക്കുറിച്ചും വിമർശിക്കാൻ ഇവർ തയ്യാറാകുന്നു എന്നുള്ളത് ഇവരുടെ ഒരു ന്യൂനതയാണ്. ദേഷ്യം വന്നാൽ എന്ത് ഇവര് വിളിച്ചു പറയാൻ തയ്യാറാകുന്ന ആളുകളാണ്. സ്വന്തം വീടും നാടും ഒക്കെ വിട്ട് അന്യ സ്ഥലങ്ങളിൽ കഴിയാനാണ് ഇവർക്ക് കൂടുതലായിട്ടും യോഗമുണ്ടായിരിക്കുന്നത്. അഭിമാനികളായ ഇവരുടെ ഭാഗത്തു നിന്ന് അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഒന്നും വരാതിരിക്കുവാനായിട്ട് ഇവര് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഈശ്വര വിശ്വാസികളാണ്. പ്രവർത്തികളിലും വിശ്വാസമുള്ള ആളുകളാണ്. മാതാപിതാക്കളിൽ നിന്നൊന്നും അനുകൂലമായിട്ടൊന്നും ഇവർക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന ഒരു ഫലം എന്ന് പറയുന്നത്. സ്വന്തം പരിശ്രമത്തിലൂടെ എത്തുന്ന ഉന്നതിയിലാണ് ഇവർക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത്. വികാരത്തിന് അടിമകളായിട്ടുള്ള ഇവരെ നിയന്ത്രിക്കുന്നത് ഹൃദയമാണ്. കൂടുതലും ഹൃദയം കൊണ്ടുള്ള തീരുമാനമാണ് ഇവര് എടുക്കാറുള്ളത്. പൂരാടം നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അമ്മയ്ക്ക് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 2-ാം പാദത്തിലാണ് ജനിച്ചാൽ അച്ഛന് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. 3-ാം പാദത്തിലാണെങ്കിൽ അമ്മാവന് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. 4-ാം പാദത്തിൽ ജനിച്ചാൽ ജാതകന് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം എന്ന് പറയുന്നത്. ഇതിന് പരിഹാര ക്രിയകളൊക്കെ ഉണ്ട്. ഒരു ജാതകത്തില് ദോഷം വന്നു കഴിഞ്ഞാൽ അതിന് ചെറിയ ചെറിയ പരിഹാര ക്രിയകളൊക്കെ ഉണ്ട്. അത് വലിയ പണം മുടക്കി ചെയ്യരുത്. ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിക്കുന്നത് പോലെയുള്ള പരിഹാരങ്ങൾ ഉള്ളതാണ്. അപ്പോൾ വിഷുഫലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വിഷുഫലത്തെ നമ്മൾ കൃത്യമായിട്ട് 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ ഭാഗങ്ങൾ എന്ന് പറയുന്നത് 3 മാസങ്ങൾ വീതമുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഏപ്രിൽ 15 മുതൽ ഏപ്രിൽ അവസാനം വരെയും മെയ്യും ജൂണും അടങ്ങുന്ന ആദ്യ ഭാഗത്തെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങളെല്ലാം പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീക്കെന്നോ പുരുഷനെന്നോ വേർതിരിവില്ല. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരാൾക്കും ഈ ഫലം അനുഭവവേദ്യമാവുന്നതാണ്. ഗ്രഹാന്തരീക്ഷം പൊതുവെ ശാന്തമാകുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകുന്ന ഒരു സമയമാണ്. വസ്തു സംബന്ധമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. ഏറ്റെടുത്ത പ്രവർത്തികളെല്ലാം നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ദൂരദേശ യാത്രകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിവരും. തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ദൂരദേശ യാത്രകളൊക്കെ വേണ്ടിവരും. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന യാത്രകളായിരിക്കും. കുടുംബാംഗങ്ങളുടെയൊക്കെ ആരോഗ്യ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. തീർത്ഥയാത്രയ്ക്കൊക്കെ അവസരമുണ്ടാകുന്ന ഒരു സമയമാണ്. കൂടുതലായിട്ടും ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ദീർഘദൂര യാത്രയൊക്കെ വേണ്ടി വരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് വരെ പോകാനുള്ള യോഗം നിങ്ങൾക്കുണ്ട്. അയൽക്കാരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിക്കിട്ടുന്ന, ശത്രുഭയമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. ഈ സമയം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പൂരാടം നക്ഷത്രക്കാരുടെ വിഷു കഴിഞ്ഞുള്ള ആദ്യ ഭാഗം വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. അടുത്തതായിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ വളരെ സ്വരച്ചേർച്ചയിലാകാനുള്ള സമയമാണ്. ഇവരുമായിട്ട് ചേർന്ന് കൂട്ടു ബിസിനസ് ഒക്കെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും എല്ലാ കാര്യങ്ങൾക്കും രേഖകൾ വെക്കേണ്ടതാണ്. ശാരീരികമായിട്ട് അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതിനൊരു ശമനം ഉണ്ടാവുന്നതാണ്. ശാരീരികമായിട്ട് നിങ്ങൾക്ക് ഊർജം വീണ്ടെടുക്കാൻ കഴിയുന്നതാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകളെല്ലാം മാറി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം വരുന്നതാണ്. നിങ്ങൾക്ക് സ്ഥാനചലനമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കർമ്മ മേഖലയിൽ നിന്ന് തന്നെ നിങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിലെ വളർച്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ബിസിനസ് ഒക്കെ വിപുലപ്പെടുത്തുന്ന ഒരു സമയമാണ്. സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. കൂടാതെ ഒരുപാട് കാലമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ചെറിയ
സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്ന സമയം കൂടിയാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ കഴിവതും വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കഫപ്രധാനമായിട്ടുള്ള ചെറിയ രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ മൂലം നിങ്ങൾക്ക് ഭാവിയിലേക്ക് വളരെയധികം നല്ല ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അലസതയൊക്കെ വെടിഞ്ഞ് നിങ്ങൾ കർമ്മനിരതരാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അയൽക്കാരുമായിട്ട് സ്വല്പം അകലം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നിങ്ങൾ വളർച്ചയുടെ പാതയിലാവുമ്പോൾ ചെറിയ ചെറിയ ശത്രുശല്യമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചില പൊരുത്തക്കേടുകൾ അയൽക്കാരുമായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വാഗ്വാദങ്ങൾക്കൊന്നും പോകാതിരിക്കുക. ഈ സമയത്ത് നടത്തുന്ന യാത്രകളൊക്കെ വളരെയധികം പ്രയോജനപ്രദമാകുന്ന ഒരു സമയമാണ്. സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് കിട്ടാതെ കിടന്നിരുന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില ലോണുകളൊക്കെ നിങ്ങൾക്ക് പാസ്സാവുന്നതാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഗ്രഹാന്തരീക്ഷം കൂടുതൽ സന്തോഷകരമാകുന്നതാണ്. മനഃശാന്തിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. തൊഴിൽ തേടുന്നവർക്കൊക്കെ ഈ സമയം വളരെ നല്ലൊരു സമയമാണ്. നല്ല തൊഴിലുകളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ശാസ്താപ്രീതി നേടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് 2026 ഇനി വരുന്ന കാലഘട്ടം വളരെ നല്ലൊരു സമയമാണ്. അയൽക്കാരുമായിട്ട് സ്വല്പം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാക്കി സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ്. 2027 ആദ്യ ഭാഗം കൂടി നോക്കുകയാണെങ്കിൽ ഈ വിഷുഫലം മൂലം നിങ്ങൾക്ക് ലഭിക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലെ ഫലം ആണ് പറയുന്നത്. ബന്ധുക്കളെ കൊണ്ട് ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ വർഷം മുഴുവനും ദീർഘദൂര യാത്രകൾ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ കരിയറിന് വേണ്ടിയുള്ള യാത്രകളാണ്. അത് വളരെ വേണ്ടപ്പെട്ട യാത്രകളാണ്. അതുകൊണ്ട് യാത്രകളൊന്നും നിങ്ങൾ മുടക്കാതിരിക്കുക. കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു കഴിയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച തൊഴിലിലൊക്കെ നിങ്ങൾക്ക് ചേരുവാൻ സാധിക്കുന്നുണ്ട്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ്. ഈ സമയത്ത് ചെറിയ ചെറിയ അപകടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ശത്രുഭയമൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ചെലവുകളൊക്കെ ചെറിയ തോതിൽ അധികരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഏറ്റെടുത്ത പ്രവർത്തികളെല്ലാം നിങ്ങൾക്ക് സംയോജിതമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. ഏത് കാര്യത്തിനും ചെറിയൊരു തടസ്സം ഉണ്ടാകുമെങ്കിലും അവസാന വിജയം നിങ്ങൾക്കായിരിക്കും. ജോലി സ്ഥലത്ത് നിങ്ങൾ ഒരിക്കലും അലസമായിട്ട് പെരുമാറരുത്. നിങ്ങളുടെ മുൻപോട്ടുള്ള ഒരു കരിയറിന് ഈ സമയത്തുള്ള ഉണർവാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനുവരി, ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ഏത് തൊഴിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് ആ തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ഈ സമയം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. പൂരാടം നക്ഷത്രക്കാരുടെ വിഷുഫലം എടുക്കുകയാണെങ്കിൽ 80% ഇവർക്ക് അനുകൂല അനുഭവങ്ങളാണ് വരുന്നത്. ഇപ്പോഴുള്ള ജീവിതത്തെക്കാൾ കൂടുതൽ മെച്ചമായിട്ടുള്ള ഒരു ജീവിതമാണ് വിഷുഫലം മൂലം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ബാധകമാകുന്ന പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൊതുഫലമായതുകൊണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കിത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.